Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ വരാൻ പോകുന്ന കുറച്ച് ഫോണുകളെ കുറിച്ചാണ്. അതായത് ഈ മാസം ലോഞ്ച് ചെയ്യാനിരിക്കുന്ന കുറച്ച് ഫോണുകൾ സാംസങ്ങിൻ്റെ ഉണ്ട്, മോട്ടോയുടെ ഉണ്ട്, റിയൽമിയുടെ, ഷവോമിയുടെ, അതേപോലെ ഗൂഗിളിൻ്റെ കുറേ ഫോണുകളൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഡേറ്റുകൾ, അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ലോഞ്ച് ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഈ മാസത്തെ കുറേയധികം ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ 5-ാം തീയതിയാണ്, ഒക്ടോബർ 5-ാം തീയതി ലോഞ്ച് വെച്ചിരിക്കുന്ന മോട്ടോയുടെ ഫോണാണ്. മോട്ടോ റീസർ 5G, ഏറ്റവും പുതിയ മോട്ടോ ഫോണാണ്. 5G അടക്കം വരുന്ന ആ ഒരു ഫോൾഡബിൾ ടൈപ്പ് ഫോൺ നമുക്ക് ഓൾറെഡി അറിയാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ അത് അവൈലബിൾ ആവുകയാണ്. ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഫ്ലിപ്കാർട്ടിൽ കയറി വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. 6.2 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനുള്ളത്. 48 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പ് ആണ്. OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 765G എന്ന് പറയുന്ന പ്രോസസ്സറാണ്, 5G പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിനകത്ത് വരുന്നത്. ബട്ട് ഇതൊന്നുമല്ല, ഇതിനേക്കാൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഇത് ഫോൾഡബിൾ ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു മടക്കുന്ന സംവിധാനമാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റും ഹൈ ആണ്. ബട്ട് ഇന്ത്യയിലെ പ്രൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒക്ടോബർ 5-ാം തീയതി അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മോട്ടോയുടെ റേസർ 5G എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഒക്ടോബർ 5-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടോ ഫോണൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ആ ഒരു ഡിവൈസിനെ നോക്കി വെക്കാം. ഒക്ടോബർ 5-ാം തീയതിയാണ് അതിന്റെ ഡേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 6-ാം തീയതി ഇറങ്ങാനിരിക്കുന്ന പോക്കോയുടെ C3 ആണ്. 10,000 താഴെ കൊണ്ടുവരാൻ പോകുന്ന പോക്കോയുടെ ആദ്യത്തെ ഫോണാണ്. സോ 10,000 താഴെ ബെസ്റ്റ് ഫോണായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് പോക്കോ C3. ഓൾറെഡി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പോക്കോ C3 എന്നല്ല, പോക്കോയുടെ ഏത് ഫോണാണെങ്കിലും ആ ഒരു റേഞ്ചിലെ ഒരു നല്ല സോളിഡായ ഒരു സ്ട്രോങ് ആയ ഫോൺ ആയിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 10,000 താഴെ പോക്കോയുടെ ഒരു ഫോൺ C3 എന്ന പേരിൽ വരുമ്പോൾ അത് ആ ഒരു റേഞ്ചിലെ ചിലപ്പോൾ നല്ലൊരു ഫോണായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6-ാം തീയതി നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 10,000 താഴെ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ ഡേറ്റിൽ ഈ ഫോണിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇനി അടുത്തൊരു ഡേറ്റ് എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്. വരുന്ന 7-ാം തീയതി റിയൽമിയുടെ 7i എന്ന ഫോൺ മെയിനായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു 7i മാത്രമല്ല, ഒട്ടനവധി പ്രൊഡക്റ്റുകളാണ് അവർ അന്ന് ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. 7i എന്നൊരു ഫോൺ അതിനകത്ത് ഉണ്ടായിരിക്കും. അത് ഓൾറെഡി അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോകളിൽ പറഞ്ഞതാണ്. അത് കൂടാതെ 7 Proയുടെ ഒരു കളർ ചേഞ്ച് വേരിയന്റോ അല്ലെങ്കിൽ 7SC എന്ന് പറയുന്ന ഒരു ഫോണൊക്കെ അതിനകത്ത് ഉൾപ്പെടുമെന്ന് പറയുന്നുണ്ട്. കളർ ചേഞ്ച് എന്തായാലും ഉണ്ടാവും 7 Proയുടെ. അത് ഓൾറെഡി മാധവസത്ത് ട്വീറ്റ് ചെയ്ത് അറിയിച്ചിട്ടുള്ളതാണ്. അത് കൂടാതെ റിയൽമിയുടെ വാച്ച് ഉണ്ടായിരിക്കും. അതേപോലെ റിയൽമി ബഡ്സ് എയർ എന്ന് പറയുന്ന ഒരു ഇയർഫോൺ, പിന്നെ ഒരു നെക്ക് ബാൻഡ് പോലത്തെ ഒരു ഇയർഫോൺ വയർലെസ് സംവിധാനം അതും ഉണ്ടായിരിക്കും. റിയൽമി TV ഉണ്ടായിരിക്കും. അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകളാണ് റിയൽമി 7-ാം തീയതി ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. സോ റിയൽമി പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വരുന്ന 7-ാം തീയതി നിങ്ങൾക്ക് മാർക്ക് ചെയ്തിടാം. കുറേ അധികം പ്രൊഡക്റ്റുകളുമായിട്ടാണ് റിയൽമി നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഇനി അടുത്തൊരു ലോഞ്ച് എന്ന് പറയുന്നത് 8-ാം തീയതിയാണ്. 8-ാം തീയതി ഒരു ലോഞ്ച് വെച്ചിരിക്കുന്നത് സാംസങ്ങിന്റെ ഗാലക്സി F41 എന്ന ഫോണാണ്. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു സെറ്റപ്പാണ് സംഗതി. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് 15,000 M സീരീസ് നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം M സീരീസിന്റെ പ്രൈസ് ഒക്കെ കൂടി തുടങ്ങി. അപ്പോൾ അത് 20 രൂപ റേഞ്ചിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ 15,000 രൂപയിലേക്ക് വീണ്ടും അവരൊരു പുതിയ സീരീസ് കൊണ്ടുവരുന്നതായിട്ടാണ് ഈ ഫോണിനെ കുറിച്ച് നടക്കുന്ന റൂമേഴ്സ്. സോ ഈ ഒരു F41 എന്ന ഫോൺ വരുമ്പോൾ മുമ്പ് M സീരീസ് 15,000 കിട്ടിയിരുന്ന പോലെ ഒരു സീരീസ് ആയിരിക്കും നമുക്ക് 15,000 F സീരീസിൽ കിട്ടാൻ പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. കൺഫേം ആയ കാര്യമല്ല. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൂട്ടി ഏകദേശം മൊത്തത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ് വെച്ചുകൊണ്ട് ഞാനൊരു സ്പെക്കുലേഷനാണ് പറയുന്നത്. മേ ബി 15,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് മുമ്പത്തെ M സീരീസ് പോലത്തെ ഒരു ഫോണായിരിക്കും. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നത് കേൾക്കുന്നുണ്ട്. 64 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 9611 എന്ന് പറയുന്ന എക്സിനോസ് പ്രോസസ്സർ, അതൊക്കെയാണ് ഇതിൻ്റെ റൂമേഴ്സ് ആയിട്ട് ലീക്സ് ആയിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. സോ മേ ബി 15,000 റേഞ്ചിൽ തന്നെ ആവണം ഈ ഒരു ഫോണിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫിനിറ്റി U നോച്ചും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രൈസിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. എന്തായാലും 8-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്, ഗാലക്സി F41 എന്ന് പറയുന്ന സാംസങ് ഫോൺ. അപ്പോൾ അങ്ങനെ സാംസങ്ങിന്റെ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ഡേറ്റും ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് OnePlus 8T ആണ്. 8T Pro വരില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. 8T ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 8T മാത്രമല്ല, അതിൻ്റെ ഒപ്പം OnePlusന്റെ വാച്ച് വരുന്നുണ്ട്, OnePlusന്റെ പുതിയ ഇയർബഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുന്ന 14-ാം തീയതിയാണ് ലോഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ OnePlusന്റെ ലോഞ്ച് ഇവന്റ് 14-ാം തീയതിയാണ്. 8Tയുടെ കാര്യങ്ങളായിട്ട് പ്രധാനമായിട്ട് കേൾക്കുന്നത് 120 Hz റീഫ്രഷ് റേറ്റും 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. റൂമേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അത്
ഞാനിവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. എന്തായാലും ലോഞ്ച് 14-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വേണമെങ്കിൽ OnePlus ഫാൻസിന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഒരു OnePlusന്റെ ഒരു നല്ല ഫോൺ, ഡീസൻ്റ് ആയ ഫോൺ തന്നെയാണ് അവിടെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾറെഡി 8 Pro ആണ് അവിടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ ഒരു ഫോൺ തന്നെയായിരിക്കും 8T എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗൂഗിളിന്റെ Pixel 4a എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ഇത് ഗ്ലോബലി ലോഞ്ച് ചെയ്തൊരു ഫോണാണ്. Pixel 4a 5Gയും Pixel 5ഉം ഒക്കെ ഗ്ലോബലി ഇപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് ഇതൊന്നും വരുന്നില്ല. പകരം ആ മുൻപ് ഗ്ലോബലി ലോഞ്ച് ചെയ്ത Pixel 4a ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വരുന്ന 17-ാം തീയതിയാണ്. കൃത്യമായിട്ട് ഈ ഡേറ്റിനെ ലോഞ്ച് ചെയ്യുന്ന അവർ പറഞ്ഞതല്ല. ഈ ഒരു Pixel 5 ഒക്കെ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കസ്റ്റമർ ഗൂഗിളിനോട് ചോദിക്കുകയാണ്, പിക്സൽ ഇത് എപ്പോഴാണ് ഇന്ത്യയിലേക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക, ഇന്ത്യയിലേക്ക് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നതിന് ഗൂഗിൾ കൊടുക്കുന്ന മറുപടിയാണ് നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആയിട്ട് ഇവിടെ കാണാവുന്നത്. സ്ക്രീനിൽ കാണാം. ഗൂഗിളിന്റെ Pixel 4a എന്ന ഫോൺ 17-ാം തീയതി ലോഞ്ച് ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം റിപ്ലൈ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. സോ Pixel 4a വരുന്ന 17-ാം തീയതി ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഫ്ലിപ്കാർട്ടിൽ അതിന്റെ ലിസ്റ്റിംഗ് ഒക്കെ കാണാം. സോ പിക്സൽ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫോണിലേക്ക് നോക്കാം. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. 730G പ്രോസറും ഫ്രണ്ടിലും ബാക്കിലും സിംഗിൾ ക്യാമറ ഇതൊക്കെ ആയിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫോൺ. അത്ര തന്നെയുള്ള കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അത്തരം ഫോണുകളെ സംബന്ധിച്ച്, ഗൂഗിളിന്റെ ഫോണുകളെ സംബന്ധിച്ച് എക്സൈറ്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ ക്യാമറ, സോഫ്റ്റ്വെയർ സൈഡിലെ ഗംഭീരമായ പെർഫോമൻസ് ആണ്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അത് ഇന്ത്യയിൽ വന്നതിന് ശേഷം സംസാരിക്കാം. പിന്നെ Pixel 5 ഒക്കെ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ, HDR ടേൺ സപ്പോർട്ട് ഒക്കെയുണ്ട്. സ്നാപ്ഡ്രാഗൺ 765 5G റെഡി ഫോണാണ്. 8GB RAM, 128GB സ്റ്റോറേജ് ഉണ്ട്. ആൻഡ്രോയിഡ് 11-ലാണ് ഇറങ്ങുന്നത്. അപ്പോൾ 3 വർഷത്തേക്ക് അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടിയാണ്. 12 മെഗാപിക്സൽ മെയിൻ ക്യാമറയും 16 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയുമാണ് ഫോണിൽ പറയുന്നത്. 4080 mAh ബാറ്ററിക്ക് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. IP68 വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനങ്ങൾ. Pixel 5, Pixel 4a 5G ഇതൊക്കെ ഇത്തിരി ഡിഫറൻ്റ് ആയ, ഒരു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ഫോണുകളായിട്ടാണ് അവർ മിഡ് റേഞ്ചിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മീൻസ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിരുന്നു മുമ്പൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഇത്തിരി വില കുറച്ചാണ് ഇറക്കിയിരിക്കുന്നത്. 50,000 രൂപ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പക്ഷെ അതൊന്നും ഇന്ത്യയിലേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്തായാലും Pixel 4a 17-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി മറ്റൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ഈ ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വിവോയുടെ V20 ആണ്. ഈ ഫോണിന്റെ കൃത്യമായ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. കൃത്യമായ ഡേറ്റ് അറിയുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. എന്നാലും ഈ ഒരു ഫോൺ കൂടി വരുന്നുണ്ട്. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ താമസിയാതെ തന്നെ V20 കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തും. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. കിട്ടും, എന്തായാലും അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് റൂമേഴ്സിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ 2-3 റൂമേഡ് കാര്യങ്ങളുള്ളത്. ഒന്ന്, iPhone 12 13, 14 ഡേറ്റുകളിലായിട്ട് വരുമെന്ന് പറയുന്നു. ഇത്രയും ദിവസമായിട്ടും അതിനെക്കുറിച്ച് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. സോ 13, 14 വരുമെന്ന് എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ വന്നേക്കാം. OnePlus നോഡിന്റെ ഒരു ഫോൺ, OnePlus നോഡ് എന്ന് പറയുന്ന ഒരു ഫോൺ കൂടി വരുന്നുണ്ട്. നോഡ് ലൈറ്റ് ആയിരിക്കുമോ, ഇനി നോഡിന്റെ എന്തെങ്കിലും കളർ വേരിയന്റ് ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. നോഡ് എന്നൊരു ഫോൺ കൂടി വരാനിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ Oppo Reno 4F എന്ന് പറയുന്ന ഒരു ഫോൺ ഇന്തോനേഷ്യ ലോഞ്ച് വെച്ചിട്ടുണ്ട് 12-ാം തീയതി. ഇവിടെയല്ല, ഇന്ത്യയിലേക്കല്ല വരുന്നത്, ഇന്തോനേഷ്യയാണ്. അപ്പോൾ അത് എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ മറ്റൊരു Realme Q സീരീസ് 13-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 5Gയും ഒക്കെ ആയിട്ട് ചൈനയിലാണ് ലോഞ്ച് ചെയ്യുന്നത്, അത് ഇവിടേക്കല്ല. നേരത്തെ പറഞ്ഞതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ ലോഞ്ചിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഇവിടെ ലോഞ്ച് ചെയ്യാൻ ഇരിക്കുന്ന ഫോണുകൾ ഏതൊക്കെയാണ്, ആ ഡേറ്റുകൾ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കൂട്ടാം. ബൈ.